ചെയ്യാം. ഇതിൽ കൊടുക്കാം, ഫിസിക്കൽ ക്യാമറ കൊടുക്കാം. മുന്നോട്ടേക്ക് വെച്ചു. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് ക്യാമറയിൽ കയറ്റി വെക്കാം. കയറ്റി വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ക്യാമറ വ്യൂ നമ്മൾ ക്യാമറ വ്യൂയിലോട്ട് എടുത്ത് CM എത്തിയിട്ട് +F വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് സൂം ഔട്ട് ചെയ്തിട്ടുള്ള വ്യൂ കിട്ടും. ഇനി നമുക്ക് ഇതിലെ ഈ മോഡിഫൈയിൽ പോയിട്ട് ഈ ഫിലിം ഗേറ്റിൻ്റെ വാല്യൂ കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. റെൻഡറിങ്ങിൽ പോയിട്ട് റെൻഡറിങ് സെറ്റപ്പിൽ പോയിട്ട് നമുക്കിവിടെ ഫ്രെയിമിൻ്റെ സൈസ് കസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 1200 1000 × 1200 എന്ന് പറഞ്ഞതിലാണ് കിടക്കുന്നത്. നമുക്കിതിലേക്ക് ലൈറ്റ് വയ്ക്കാം. ലൈറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പെർസ്പെക്റ്റീവിലിട്ടു. എന്നിട്ട് ഞാനൊരു ബോക്സ് എടുത്ത് വരച്ചു. അതിൻ്റെ സൈസ് ഇതിലേക്ക് ഒരു സിലിണ്ടർ വരയ്ക്കാം. ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇൻസ്റ്റൻസ് കൊടുക്കുക. ഓക്കെ. ഇനി ഇവിടെ നമ്മുടെ ലൈറ്റ് എടുത്തിട്ട് ലൈറ്റിൽ വീറേ കൊടുക്കുക. വീറേ ലൈറ്റിൽ ഇവിടെ പ്ലെയിൻ മാറ്റിയിട്ട് ഇവിടെ മെഷ് കൊടുക്കുക. ഒരു മെഷ്, 2 മെഷ്. ഇനി ഏതെങ്കിലും ഒരു മെഷിനെ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് മോഡിഫൈയിൽ പോയിട്ട് മെഷ് ലൈറ്റ് എടുത്തിട്ട് പിക്ക് മെഷ് കൊടുത്തിട്ട് ഇതിനെ പിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മെഷിനെ പിക്ക് ചെയ്യുക, പിക്ക് മെഷ് കൊടുക്കുക, ഇതിനെ പിക്ക് ചെയ്യുക. ഓക്കെ. 2 ലൈറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് മെറ്റീരിയൽ ഇതിനിട്ട് എന്തെങ്കിലും മെറ്റീരിയൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ട് എന്തെങ്കിലും മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് അതിന് മുന്നേ ഈ ലൈറ്റിൻ്റെ ഈ ഒരു മൾട്ടിപ്ലയർ വാല്യൂ 120 കൊടുക്കാം. ഇതിന് 120 കൊടുക്കാം. ഗ്രൂപ്പ് ആക്കാം. ഓക്കെ. കൊടുക്കാം.
വെച്ചു. കോപ്പി എടുത്തിട്ട് ഇവിടെ വെച്ചു. എന്നിട്ട് നമ്മുടെ ക്യാമറ വ്യൂവിൽ വന്നിട്ട് നമ്മുടെ ലൈറ്റ് ഇവിടെ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ റെൻഡർ ചെയ്യും. സിറ്റൗട്ടിലൊരു പ്ലെയിൻ ലൈറ്റ് വയ്ക്കുക. അതിൻ്റെ മൾട്ടിപ്ലയർ വാല്യൂ 120 കൊടുക്കുക. കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഈ ഒരു ഓപ്ഷൻസിൽ പോയിട്ട് ഈ ഒരു വിസിബിൾ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ക്യാമറ വ്യൂയിലോട്ട് ചെയ്യുക, F3 കൊടുക്കുക, റെൻഡർ ചെയ്യുക. ഈ ലൈറ്റ് നമ്മൾ സിറ്റൗട്ടിൽ കൊടുത്ത് ഈ ലൈറ്റ് ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. ഇതിന് ഇതിങ്ങനെ വീഴുന്ന പോലത്തെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെഫ്റ്റ് വ്യൂവിൽ വരിക. ലെഫ്റ്റ് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഇതാണ്. ഇതിൽ നമ്മൾ ഇവിടെ VRay IS എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റ് എടുക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂവിൽ വന്നാൽ അത് ഇവിടെ എടുക്കേണ്ടാവുക. അതിന് മൂവ് ചെയ്തിട്ട് നമ്മുടെ ലൈറ്റിൻ്റെ ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇത് ലെഫ്റ്റിൽ വന്നിട്ട് കറക്റ്റിനല്ലെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന് ഈ ലൈറ്റിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് IS ഫയൽ ഓപ്പൺ ചെയ്യുക. IS ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ IS ലൈറ്റ് നമ്മളിവിടെ സേവ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം ഡിസ്പ്ലേ IS ഓപ്പൺ ചെയ്യുക. ഇതൊക്കെ ഓരോരോ ടൈപ്പ് ലൈറ്റുകളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫയൽ ഇവിടെ ലോഡായിട്ട് വന്നിട്ടുണ്ടാവും. ഇതിന് നമ്മൾ ക്യാമറ വ്യൂ ഇട്ടിട്ടൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഈ ലൈറ്റ് ഇവിടെ വീഴുന്നുണ്ട്. നമ്മൾ ആ ഒരു വീഴുന്ന പാത്തൊന്ന് ശരിക്കും ഒന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും.
ലൈറ്റ് ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ആ ഒരു വരച്ച് കൊടുക്കുന്നതിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ എക്സ്റ്റീരിയർ സെറ്റ് ചെയ്യുക. പിന്നെ ലൈറ്റിൻ്റെ ആ ഒരു മൾട്ടിപ്ലെയർ വാല്യൂ കുറച്ച് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് നിൽക്കും. പിന്നെ വേണമെങ്കിൽ സണ്ണിൻ്റെ ഭാഗത്തും കൂടി കൊടുത്താൽ കുറച്ചും കൂടി ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡാണ് കിട്ടും. ഇനി നമുക്ക് ഇൻറ്റീരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു റൂം വരച്ചിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായി ആദ്യം നമുക്കൊരു ഇത് നമ്മൾ വരയ്ക്കുന്ന റൂമിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ സെപ്പറേറ്റ് വരയ്ക്കണമെന്നേ ഉള്ളൂ. നമ്മൾ വരയ്ക്കുന്ന റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചാൽ മതി. സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിളിൻ്റെ സൈസ് ഒരു രണ്ട് വിൻഡോ വയ്ക്കാം. ഇതിൻ്റെ സൈസ് ഇതിനെ കട്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക. കോമ്പൗണ്ട് ഒബ്ജക്റ്റിലെ പ്രൊജക്റ്റ് യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് വിൻഡോ കൊണ്ടുവന്ന് വയ്ക്കാം. ഇമ്പോർട്ട് മുറിച്ച് പിന്നെ W3 ഓപ്പൺ.
ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് സീലിംഗ് വരയ്ക്കുകയാണ് ചെയ്യുക. സീലിംഗ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ടോപ്പർ ഇട്ടിട്ട് സ്നാപ്പ് ഓൺ ആക്കിയിട്ട് ഒന്നെങ്കിൽ ബോക്സ് വരയ്ക്കുക അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ വരയ്ക്കുക. അപ്പം ബോക്സ് എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബോക്സ് വരച്ചു. എന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് ഒരു 10 കൊടുക്കാം. ഹൈറ്റ് ഒരു 10 കൊടുക്കാം. എന്നിട്ട് ഈ ബോക്സിന് സെലക്ട് ചെയ്തിട്ട് ഹൈഡ് ആൻഡ് സെലക്ടർ കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് സീലിങ്ങിൻ്റെ ഡിസൈനൊക്കെ താഴത്തോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ വേണമെന്നുണ്ടെങ്കിൽ അപ്പം അതിന് നമ്മൾ ഓപ്സെറ്റ് ഇങ്ങനെ താഴത്തോട്ടേക്ക് ഒന്നെങ്കിൽ ബോക്സ് എടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് ബോക്സ് എടുത്ത് വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് ഇതിനെ കോപ്പി എടുത്തിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ചെയ്യാം. ആദ്യം റെക്റ്റാങ്കിൾ വരയ്ക്കാം. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കാം. എന്നിട്ട് ആദ്യം ഒരു സ്പ്ലൈനെ സെലക്ട് ചെയ്തിട്ട് ഒരു ഔട്ടർ ബൗണ്ടറി ഔട്ടർ ലൈൻ ഒരു 20 കൊടുക്കാം ഉള്ളിലോട്ട്. എന്നിട്ട് ഇതിനെ എക്സ്ട്രൂഷൻ കൊടുക്കാം. തിക്നെസ് ഒരു 20. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്ത് വയ്ക്കുക. കോപ്പി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സ്പ്ലൈനിലിട്ടിട്ട് ഈ ഒരു സ്പ്ലൈനിനെ ഡിലീറ്റ് ചെയ്യുക. ഇതിന് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈനും കൂടി കൊടുക്കുക. ഒരു 20 കൊടുക്കുക. ഉള്ളിലേക്ക് കൊടുക്കുക. ഇതതിൻ്റെ എക്സ്ട്രൂഷൻ. ഇപ്പം നേരത്തെ കൊടുത്തത് എക്സ്ട്രൂഷൻ 20 ആണ്. അപ്പോൾ കുറച്ചുകൂടി താഴ്ത്തിരിക്കണമെന്നുണ്ടെങ്കിൽ 30 കൊടുക്കുക. അങ്ങനെ 10 കൊടുക്കാം. ഇത് 20. ഇതിൻ്റെ ഒരു കോപ്പി കൂടി എടുത്ത് വെച്ചിട്ട് എക്സ്ട്രൂഷൻ 30 കൊടുക്കാം. ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഇങ്ങനെ വരും. ഇതിനെ നമ്മൾ സ്നാപ്പ് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. ഈ ഒരു സ്നാപ്പ് ഓൺ ആക്കിയിട്ട് ഈ ഒരു പോയിന്റ് പിക്ക് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം. ഒരു പോയിന്റ് പിക്ക് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം. ഓക്കെ. അപ്പം ഇങ്ങനെ 3 സ്റ്റെപ്പ് വരും. ഇനി ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ആക്കാം. അൺഹൈഡോട് കൊടുക്കുക. നമുക്ക് ഇവിടെ കിട്ടും. ജസ്റ്റ് ഫ്രണ്ട് വ്യൂവിൽ വന്ന് നമ്മുടെ ഇവിടെ റൂഫ് ഹൈറ്റിലാണ് നമ്മുടെ ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് 295 ആണ്. അതിന് ജസ്റ്റ് ഒരു 260 കൊടുക്കാം. കുറച്ചുകൂടി താഴ്ന്നിട്ട് ഒരു സീലിങ്ങിൻ്റെ ഹൈറ്റിലായിരിക്കും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇനി ക്യാമറ സെറ്റ് ചെയ്യണം. ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് വ്യൂവിൽ വന്നിട്ട് ഇതാണ് നമ്മുടെ റൂം. ഇതിൽ നമ്മൾ ക്യാമറ എടുക്കുക. വീറേ കൊടുക്കുക. വീറ് ഫിസിക്കൽ ക്യാമറ കൊടുക്കുക. പിന്നെ സ്നാപ്പ് ഓഫ് ആക്കുക. ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് ഇപ്പം ക്യാമറ ഇവിടെ ആയിരിക്കും ഇരിക്കേണ്ടാവുക. ഇതിനെ കുറച്ച് പൊന്തിച്ചിട്ട് ആ ഒരു റൂമിൻ്റെ ഹൈറ്റിലേക്ക് വയ്ക്കുക. ഈ ഒരു ഇതിനെ പിക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് മൂവ് ചെയ്തിട്ടൊരു ഈ ഒരു ഹൈറ്റിലേക്ക് വയ്ക്കാം. ഇത് ക്യാമറ വ്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. അതായത്
ഇങ്ങനെ അധികം ഇതല്ലാത്ത വ്യൂ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിൽ വന്നിട്ട് ഈ ക്യാമറയുടെ ക്യാമറയുടെ ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മോഡിഫൈയിൽ പോയിട്ട് ഇവിടെ ഫിലിം ഗേറ്റിൻ്റെ വാല്യൂ കുറച്ച് കൂട്ടാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് വൈഡായിട്ട് വരും. എന്നിട്ട് ക്യാമറ വ്യൂ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈഡായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനിയിപ്പം ഇതിൽ നമുക്ക് ബെഡും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവയ്ക്കാം. അപ്പം അതിന് മുന്നേ നമുക്ക് ആദ്യം ഈ ഒരു സ്പേസിനെ നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ടോപ്പിലിട്ടിട്ട് ഇവിടെ നമുക്കൊരു സീലിംഗ് ലൈറ്റ് പോലെ ഇവിടെ നിന്ന് താഴത്തോട്ടേക്ക് ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലൈറ്റ് എടുത്തിട്ട് ഈറെ കൊടുത്തിട്ട് ഈറെ ലൈറ്റിലെ പ്ലെയിൻ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് ഈ പ്ലെയിനിൽ കയറ്റിയിട്ട് നമ്മുടെ സീലിങ്ങിൻ്റെ ഹൈറ്റിലോട്ട് വയ്ക്കാം. സീലിങ്ങിൻ്റെ ഈ ഒരു ഹൈറ്റിലോട്ട് വയ്ക്കാം. ക്യാമറ വ്യൂവിൽ ഓൺ ആക്കുക. എന്നിട്ട് നമ്മളിത് നമ്മൾ റെൻഡർ ചെയ്യാം. ഇതിപ്പോൾ ആ പ്ലെയിനിൻ്റെ വിസിബിൾ അത് നമ്മൾ ഓഫ് ആക്കാത്ത കാരണമാണ് ഇങ്ങനെ വന്നത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ലൈറ്റിനെ പിക്ക് ചെയ്തിട്ട് മോഡിഫൈയിൽ പോയിട്ട് ഇവിടെ ഇൻവിസിബിൾ കൊടുക്കാം. എന്നിട്ടൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഇതിങ്ങനെ വരും. നമ്മൾ ഇതിൽ മെറ്റീരിയൽ കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഒരു ഗ്രീൻ കളർ വന്നേക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് കമ്പോണൻസ് വയ്ക്കണം. അപ്പോൾ കമ്പോണൻസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോസ് ചെയ്തു. ടോപ്പിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ ഈ കോസ്മോസ് ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3D മെറ്റീരിയലിൽ ഫർണിച്ചർ ഉണ്ടാവും. ഫർണിച്ചറിൽ ബെഡ്റൂം ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഏത് ബെഡാണോ വേണ്ടത് അത് നമുക്കിങ്ങനെ ലോഡ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു ക്യാബിനറ്റ് ഇതും കൂടി ലോഡ് ചെയ്തു. അത് ഇവിടെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവയ്ക്കാം. ഇതിനെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ടേക്ക് ആകുന്നതാണ്. നമുക്ക് അങ്ങോട്ടേക്കാണ് വെക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈ ഒരു സ്നാപ്പ് ആംഗിൾ എന്ന് പറയുന്നത് ഒരു ഇത് നമ്മുടെ ക്യാബിനറ്റ് നമ്മൾ ലോഡ് ചെയ്ത ക്യാബിനറ്റ് ആണ്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് മൂവ് ചെയ്തിട്ട്
പ്ലേസ് ചെയ്തു. ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ വ്യൂ എടുത്ത് നോക്കാം. ക്യാമറ വ്യൂ ആണ്. അപ്പോൾ ഈ ഒരു സൈസിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് സീലിംഗ് ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീലിംഗ് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പെർസ്പെക്റ്റീവ് പെർസ്പെക്റ്റീവിലിട്ടിട്ട് ജസ്റ്റ് ആദ്യം ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. ടോപ്പിലിട്ടിട്ട് ഇവിടെ ഒരു സർക്കിൾ വരച്ചു. അതിൻ്റെ ഡയാമീറ്റർ ഒരു ഏകദേശം റേഡിയസ് ഒരു 7 അല്ലെങ്കിൽ 8 കൊടുക്കുക. 7 കൊടുക്കുക. ഇനി ഇതിന് നമ്മൾ കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കുക. എന്നിട്ട് ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കുക. അതായത് ആ ഒരു ബൗണ്ടറി ഇതുപോലെ ആ ഒരു പുറത്തുള്ള ഒരു ഇതും ഉള്ളിലെ ലൈറ്റും. ഉള്ളിൽ നമ്മൾ മെഷ് ലൈറ്റ് മറ്റേ ബോർഡ് കൊടുത്ത പോലെ മെഷ് ലൈറ്റാണ് കൊടുക്കുക. നമ്മളിതിനെ സ്പ്ലൈൻ എടുത്തിട്ട് ഔട്ട്ലൈൻ 1 കൊടുത്തിട്ട് ഉള്ളിലേക്ക് കൊടുക്കും. എന്നിട്ട് ഇതിനെ എക്സ്ട്രൂഡ് ഒരു 5 or 4 അങ്ങനെ കൊടുത്താൽ മതി. കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വയ്ക്കുക. അതിനെ സ്പ്ലൈനിലോട്ടിട്ടിട്ട് ഈ പുറത്തത്തെ ഇതിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് ഇതിനെ എക്സ്ട്രൂഡ് കൊടുക്കുക. അതൊരു 2 കൊടുക്കുക. പെർസ്പെക്റ്റീവിലിട്ടിട്ട് എടുത്തിട്ട് കോപ്പി ചെയ്യാം. എന്നിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് എക്സ്ട്രൂഡ് ഒരു 2 കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് ഇപ്പോൾ 2 എണ്ണമാണ്. ഇതിനൊന്ന് കുറച്ച് ഇറക്കി വയ്ക്കുക.
സെലക്ട് ചെയ്തിട്ട് ഏത് മെറ്റീരിയലാണോ വേണ്ടത് ആ മെറ്റീരിയൽ കൊടുക്കുക. ഏത് മെറ്റീരിയൽ കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ മെഷർ ആയിട്ട് എടുക്കാം. മെഷറൈറ്റിന് സെലക്ട് ചെയ്തിട്ട് പ്രൊഫൈലിൽ പോയിട്ട് മൾട്ടിപ്ലയർ വാല്യൂ 120 കൊടുക്കുക. ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ മെഷ് ലൈറ്റ് പിക്ക് മെഷ് കൊടുത്തിട്ട് ഈ ഇതിന് പിക്കിൽ സീലിംഗ് ലൈറ്റിൻ്റെ ആ ഒരു ഇതായിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ടോപ്പിലിട്ടിട്ട് ഇതിനെ നമ്മുടെ സീലിംഗ് കൊണ്ടുവയ്ക്കുക. എവിടെയാണോ ലൈറ്റ് വേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കുക. നമ്മുടെ ക്യാമറ വ്യൂ ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ താഴെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. ജസ്റ്റ് ആദ്യം ഇതിനെ സെലക്ട് ചെയ്തിട്ട് മുകളിലോട്ട് കയറ്റാം. കൺട്രോൾ യൂസ് ചെയ്ത് നാലെണ്ണത്തിന് സെലക്ട് ചെയ്യാം. ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് ഇതിനെ സീലിങ്ങിൻ്റെ ഹൈറ്റിലോട്ടേക്ക് വയ്ക്കാം. സീലിംഗ് ലൈറ്റിൻ്റെ ഒരു ഫിറ്റിംഗ് ഇത്രയും ചെയ്ത് നോക്കും. മെറ്റീരിയൽ കൊടുക്കുന്നത് ഇതിലേ പറ്റുള്ളൂ. റെൻഡറിങ് ഒക്കെ നിങ്ങൾ അതിൽ ആ ഒരു സിസ്റ്റത്തിൽ പറ്റും. മെറ്റീരിയൽ കൊടുക്കണമെങ്കിൽ ഇവിടെ വന്ന് ചെയ്യേണ്ടി വരും. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടിയിട്ട്